ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, ഇന്ന് പുതു ഞായറാഴ്ച, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം കടന്നു വരുന്ന ഞായറാഴ്ചയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ആഴ്ചവട്ടത്തിൽ 1-ാം നാളിലെ വേദവായനയാണ് ഇന്ന് എവങ്കേലിയോനിൽ നാം വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത്. ഇവിടെ കർത്താവ് ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് ഒളിച്ചിരിക്കെ അവരുടെ മധ്യത്തിൽ വന്ന സമാധാനം എന്ന് പറയുന്നതാണ്. ഈ സമയത്ത് 12-ൽ ഒരുവനായ ദിദിമോസ് എന്ന് വിളിക്കുന്ന തോമാസ് സ്ലീഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ 10 പേര് കൂടിയിരിക്കുന്ന സമയത്താണ് കർത്താവ് എന്നിട്ട് സമാധാനം എന്ന് പറയുന്നത്. എന്നിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ തോമാസ് ലീഹ പുറത്തായിരുന്നു. ഇതിന് ദുർവ്യാഖ്യാനം ചെയ്ത് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, തോമാസ് ലീഹ ശിഷ്യസ്ഥാനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പട്ടത്തുമില്ല. പരിശുദ്ധാത്മാവിനെ ഊതിയപ്പോൾ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തോമാസ് ലീഹയ്ക്ക് പട്ടത്വമില്ല എന്ന് പോലും പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അത് വേദവിപരീതമാണ്. തോമാസ് ലീഹ പുറത്തുകൂടി ധൈര്യത്തോടെ നടക്കുകയായിരുന്നു. മറ്റുള്ളവർ പേടിച്ചൊളിച്ചിരിക്കെ തോമാസ് ലീഹ ധൈര്യശാലിയായിരുന്നു. അവൻ പുറത്തുകൂടെ നടക്കുകയായിരുന്നു. എന്നാൽ സ്ലീഹന്മാര് തോമാസ് ലീഹയോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ തോമാസ് ലീഹ പറഞ്ഞു, എനിക്കും കാണണം. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, എനിക്കും കാണണം. നേരത്തെയും നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ കണ്ടു, എനിക്കും കാണണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം. അങ്ങനെ 8 ദിവസം കാത്തിരുന്നു. 8 ദിവസത്തിന് ശേഷം കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് തോമാസ് ലീഹ അരികെ വിളിച്ച് തൻ്റെ മാറിടത്തോട് ചേർത്ത് അവൻ്റെ കരം വെച്ചുകൊണ്ട് ഞാൻ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അവിശ്വാസത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ശുദ്ധീകരിക്കുന്നവനാണ് ദൈവം. തോമാസ് ലീഹ മാത്രമാണ് സംശയിച്ചത്. മറ്റ് വേദഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ശിഷ്യന്മാർ പലരും അവനിൽ സംശയിച്ചു എന്ന്. പക്ഷെ ആ സംശയ ദൂരീകരണം സംഭവിക്കുന്ന ഒരു ദിവസമാണ്. കാരണം അതുവരെ അവനെ ആരും തൊട്ടു നോക്കിയിരുന്നില്ല. പക്ഷെ തോമാസ് ലീഹ അവൻ്റെ മാറോട് ചേർന്ന് വിലാപ്പുറത്ത് കൈ വെപ്പിക്കുമ്പോൾ അവിശ്വാസം പൂർണ്ണമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തോമാസ് ലീഹ ഏറ്റുപറയുന്നൊരു വിശ്വാസമുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അതാണ് സഭയുടെ ഏറ്റവും വലിയ തിയോളജി, ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. പത്രോസ് ലീഹ പോലും ഏറ്റുപറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. തോമാസ് ലീഹ ഇവിടെ പറയുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ് നീ എന്നാണ്. കർത്താവിനെ തൊട്ടറിയുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കുക. നാം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അവനാണ് യഥാർത്ഥ ദൈവമെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. തോമാസ് ലീഹ തിരിച്ചറിയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. പിന്നെ കർത്താവ് പറയുകയാണ്, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നെ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ആരാണ് കണ്ടതുകൊണ്ട് വിശ്വസിച്ചു? തോമാസ് ലീഹ മാത്രമാണോ? അല്ല, എല്ലാ ശിഷ്യന്മാരും കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. കാണാതെ വിശ്വസിച്ചവരാണ് പരിശുദ്ധ സഭയാണ്. പ്രിയമുള്ളവരെ, അവർ കണ്ട് വിശ്വസിച്ചത് കൊണ്ടാണ്, അവർ തൊട്ട് വിശ്വസിച്ചത് കൊണ്ടാണ്, അവർ മാറോട് ചേർന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് പരിശുദ്ധ സഭ കാണാതെ വിശ്വസിക്കുന്നത്. നമുക്ക് ആ കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന തോമാസ് ലീഹയെ കാണാൻ സാധിക്കണം. അവൻ ധൈര്യപൂർവം ഇന്ത്യയിലേക്ക് കടന്നു പോകും. മറ്റു ശിഷ്യന്മാരെല്ലാം ഈ 2ആയിട്ടാണ് അയച്ചത്. പക്ഷെ തോമാസ് ലീഹയെ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് വിട്ടത് ധൈര്യശാലി ആയതുകൊണ്ടാണ്. അവന് വേണ്ടി മരിക്കാൻ വരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ ആളാണ് തോമാസ് ലീഹ. അതുകൊണ്ട് ഈ ധൈര്യശാലിയായ തോമാസ് ലീഹയുടെ മക്കളായ നമുക്ക് നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിന്ന് പറയുവാൻ സാധിക്കണമെന്ന് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈ 12 ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പെന്തക്കോസ്തിയിലാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്.
അതുകൊണ്ട് ഓർത്തിരിക്കുക, 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ മുഴുവൻ ന്യായം വിധിക്കുന്ന ശിഷ്യന്മാരിൽ പ്രധാനി തന്നെയാണ് തോമാശ്ലീഹ. ദൈവം